സദേൺ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷൻ വിഭജിച്ച കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ തീരുമാനത്തിനെതിരെ സംസ്ഥാന സർക്കാർ മംഗലാപുരം ഉൾപ്പെടെയുള്ള ജംഗ്ഷനുകൾ മാറ്റുന്നത് വരുമാന നഷ്ടമുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാനത്തിന്റെ പ്രതിഷേധം. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട കേന്ദ്ര സർക്കാരിനുമേൽ സമ്മർദ്ദം ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു. സദേൺ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷനിൽ ഉൾപ്പെട്ട ഉള്ളാൽ മുതൽ മംഗലാപുരം വരെയുള്ള പ്രദേശങ്ങളാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ ലയിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റേഷനായ മംഗലാപുരം ജംഗ്ഷൻ ഉൾപ്പെടെ മൈസൂരു ഡിവിഷന് കീഴിലേക്ക് മാറുന്നതോടെ പാലക്കാട് ഡിവിഷന് ഗണ്യമായ വരുമാന നഷ്ടമുണ്ടാകും. വരുമാനത്തിൽ 60% കുറവുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഡിവിഷനിലേക്ക് പുതിയ ട്രെയിനുകൾ ലഭിക്കുന്നതിന് ഈ വരുമാന നഷ്ടം കാര്യമായി ബാധിക്കും. ഈ ആശങ്ക പങ്കുവച്ചാണ് തീരുമാനത്തെ കേരളം എതിർക്കുന്നത്. സംസ്ഥാനവുമായി ഒരു ചർച്ചയും നടത്താതെ റെയിൽവേ മന്ത്രാലയം ഏകപക്ഷീയമായി എടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും കത്തയക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു. സംസ്ഥാനത്തെ എംപിമാരുടെ സഹകരണത്തോടെ തീരുമാനം പുനഃപരിശോധിക്കാൻ കേന്ദ്രത്തിനുമേൽ സമ്മർദ്ദം ശക്തമാക്കാനാണ് തീരുമാനം. കേന്ദ്ര തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും രംഗത്തെത്തി. റെയിൽവേയുടെ വരുമാനം കുറയുന്നു എന്ന് പറഞ്ഞ് പാലക്കാട് ഡിവിഷൻ തന്നെ ഇല്ലാതാക്കാനുള്ള ദൂഢ നീക്കം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് നോക്കണം. അതും നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അത്തരം ആപത്തുകൾ നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്തെ കൂടി അത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഫലപ്രദമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും ശക്തമായി ഇടപെടണം. പാർലമെൻറ്റിൽ എംപിമാരും ശക്തമായി ഇടപെടുന്ന നിലയുണ്ടാകണം. നമ്മുടെ നാടിന് ഒന്നാകെ തന്നെ ഇതിൽ പ്രതിഷേധിക്കാനും പറ്റണം. പാലക്കാട് ഡിവിഷൻ വിഭജനം റെയിൽവേ മന്ത്രാലയത്തിന്റെ വാക്കുലംഘനമാണെന്ന് പാലക്കാട് എം.പി. വി.കെ. ശ്രീകണ്ഠൻ കുറ്റപ്പെടുത്തി. വിഭജനം ഉണ്ടാകില്ലെന്ന് റെയിൽവേ മന്ത്രി നേരത്തെ ഉറപ്പ് നൽകിയതാണ്. തീരുമാനം കർണാടകയിലെ ബി.ജെ.പിയെ പ്രീണിപ്പിക്കാനെന്നും ശ്രീകണ്ഠൻ ആരോപിച്ചു. കർണാടകയിലെ ബി.ജെ.പിയെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഈ കേരളത്തെ അവഗണിക്കുക, അല്ലെങ്കിലും കേരളത്തെ അവഗണിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായിട്ടുള്ളൊരു ലക്ഷ്യമാണ് ബി.ജെ.പിയുടെ. അതിശക്തമായ പ്രതിഷേധം പാർലമെൻറ്റിൻ്റെ അകത്തും പാർലമെൻറ്റിൻ്റെ പുറത്തും ഈ കാര്യത്തിനെതിരായിട്ടുണ്ടാകും. റെയിൽവേ മന്ത്രിയെ നേരിട്ട് കാണും. അദ്ദേഹം വാക്ക് പാലിക്കാൻ തയ്യാറാകണം. കാരണം ഞങ്ങൾക്ക് നൽകിയ വാക്ക്, പാർലമെൻറ്റിൽ നൽകിയ ഉറപ്പാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. പരസ്യമായ ജനാധിപത്യ ധ്വംസനമാണ്. വിഷയത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ പ്രതിഷേധം ശക്തമാക്കാനാണ് നീക്കം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, തിരുവനന്തപുരം.